കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. ഇന്നത്തെ കഥ ഏതാണെന്നായിരിക്കും ശ്രോതാക്കൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും അല്ലേ? പുരാണമാണോ, മുത്തശ്ശി കഥയാണോ, ഐതിഹ്യമാണോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു പുരാണത്തിൽ നിന്നുള്ളൊരു ഏടാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കഥ കേട്ടോളൂ. പഞ്ചപാണ്ഡവർ മഹാവീരശൂരന്മാരായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതിൽ ഭീമസേനന്റെ കരുത്തും അർജുനന്റെ അഭ്യാസ പാഠവും എടുത്തു പറയേണ്ടത് തന്നെ. അവരുടെ പിതാവായ പാണ്ഡുവിന്റെ മരണശേഷം വല്യച്ഛനായ ധൃതരാഷ്ട്രരാണ് അക്കാലത്ത് രാജ്യഭരണം നടത്തിയിരുന്നത്. ധൃതരാഷ്ട്രരുടെ പുത്രനായ ദുര്യോധനന് ഭീമസേനനോട് വല്ലാത്ത അസൂയയും വിരോധവുമായിരുന്നു. എങ്ങനെയും പാണ്ഡവരെ ഇല്ലാതാക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ധൃതരാഷ്ട്രരുടെ പുത്രനായ ദുര്യോധനന് ഭീമസേനനോട് വല്ലാത്ത അസൂയയും വിരോധവുമായിരുന്നു. എങ്ങനെയും പാണ്ഡവരെ ഇല്ലാതാക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പാണ്ഡവർ ജീവിച്ചിരുന്നാൽ തനിക്ക് രാജാവാകാൻ പറ്റില്ലെന്നും അയാൾ വിശ്വസിച്ചു. നമ്മളെല്ലാം ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? നമ്മളതെല്ലാം കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. ദുര്യോധനന് പാണ്ഡവരോടുള്ള വിരോധം. അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും ചതിയിൽപ്പെടുത്തി പാണ്ഡവരെ വധിക്കാൻ അയാൾ തക്കം പാർത്തു നടന്നു. കർണൻ, ശകുനി തുടങ്ങിയ അയാളുടെ വിശ്വസ്തരുമായി ഗൂഢാലോചനകൾ നടത്തി. ആ ഇടയ്ക്ക് വാരണാവതത്തിൽ ഉത്സവകാലമാണ്. അവിടെ നഗരം ചുറ്റി നടന്ന് കാണാനും ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവർ പാണ്ഡവരെ നിർബന്ധിച്ചു. ധൃതരാഷ്ട്രർ കൂടി പറഞ്ഞതോടെ പാണ്ഡവർക്ക് സമ്മതമായി. ദുര്യോധനൻ അയാളുടെ വിശ്വസ്തനായ പുരോചനനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. പാണ്ഡവർ വാരണാവതത്തിൽ എത്തുമ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു വീട് നിർമ്മിക്കണം. അത് നിർമ്മിക്കാൻ എളുപ്പം തീപിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കണം. കോലരക്ക്, നെയ്യ്, കുന്തിരിക്കം, ഉണങ്ങിയ തടി ഇവയെല്ലാം ഉപയോഗിച്ച് വീട് പണിയണം. എന്നിട്ട് പാണ്ഡവരെ അതിൽ വിളിച്ച് താമസിപ്പിക്കണം. ഉചിതമായ സമയത്ത് വീടിന് തീയിടണം. അതിനുള്ളിൽ പാണ്ഡവരും കുന്തിയും വെന്ത് മരിക്കണം. അങ്ങനെ വീടിന് തീപിടിച്ച് അവർ വെന്ത് മരിച്ചാൽ ആരും തന്നെ കുറ്റം പറയുകയില്ല. ഇങ്ങനെ പറഞ്ഞ് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പുരോചനനെ ദിവസങ്ങൾക്ക് മുമ്പേ വാരണാവതത്തിലേക്ക് പറഞ്ഞുവിട്ടു. വാരണാവതത്തിൽ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം മനോഹരമായ ഒരു വീടും പണികഴിപ്പിച്ചു. ഉത്സവകാലമായതോടെ പാണ്ഡവർ കുന്തി മാതാവിനോടൊപ്പം വാരണാവതത്തിലേക്ക് പോയി. ഉത്സവങ്ങളിൽ പങ്കെടുത്ത് ദാനധർമാദികൾ ചെയ്ത് നഗരം ചുറ്റി സഞ്ചരിച്ചു. ഉത്സവം കഴിഞ്ഞാൽ കുറച്ചു കാലം വാരണാവതത്തിൽ തന്നെ താമസിക്കണമെന്നും അതിന് പുതിയതായി മനോഹരമായ ഒരു വീട് പണി കഴിച്ചിട്ടുണ്ടെന്നും പുരോചനൻ അവരെ അറിയിച്ചു. അവരെ പുതിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നല്ല ഭംഗിയുള്ള വീടിനുള്ളിൽ കട്ടിലും കിടക്കയും മറ്റു ഉപകരണങ്ങളും കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ വീടിൻ്റെ നിർമ്മാണ രീതികൾ യുധിഷ്ഠിരൻ ശ്രദ്ധിച്ചു. വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളെ കൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഈ വിവരം ഭീമനോട് പറഞ്ഞു. അവരെല്ലാവരും ചേർന്ന് ഇതിലെന്തോ ചതിയുണ്ടെന്ന് വിലയിരുത്തി. എല്ലാവരും ഇവിടെ ജാഗ്രതയോടെ കഴിഞ്ഞുകൊള്ളണമെന്ന് യുധിഷ്ഠിരൻ നിർദ്ദേശിച്ചു. ഇതിനിടെ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്താൻ അടുത്തുള്ള വനമേഖലയിൽ നിരീക്ഷണം നടത്തി. വീടിനകത്തു നിന്ന് ഒരു തുരങ്കം കുഴിക്കുന്ന കാര്യം ആലോചിച്ചു. തുരങ്ക നിർമ്മാണത്തിന് വിദുരർ ഒരു വിദഗ്ധനെ അയച്ചു കൊടുത്തു. വീടിൻ്റെ നടുക്കായി തുരങ്കം നിർമ്മിച്ചു തുടങ്ങി.
വീടിനുള്ളിൽ നിന്ന് വനത്തിൽ ചെന്ന് ചേരാവുന്ന വിധമായിരുന്നു തുരങ്കം നിർമ്മിച്ചത്. ഒരു ദിവസം കുന്തി ബ്രാഹ്മണർക്കായി ഒരു സദ്യ ഒരുക്കി. അന്നൊരു അമ്മയും 5 മക്കളും അടങ്ങിയ കാട്ടാള സംഘം അവിടെ വന്നു ചേർന്നു. അവർ വളരെയേറെ മദ്യപിച്ചിരുന്നതിനാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രിയായപ്പോൾ വല്ലാത്ത കാറ്റും അടിച്ചുകൊണ്ടിരുന്നു. പാണ്ഡവർ അമ്മയുമായി ആലോചിച്ച് വീടിന് തീയിട്ടു. വിരോചനനും ആ തീയിൽ വെന്തു മരിച്ചു. പാണ്ഡവർ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് വനത്തിലെത്തി. കുന്തിയും പാണ്ഡവരും മരിച്ചുപോയതായി എല്ലാവരും ധരിച്ചു. അസ്ഥികുടങ്ങൾ തെളിവായി കരുതുകയും ചെയ്തു. പാണ്ഡവർക്ക് വിധിപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്തു. നഗരവാസികൾ അത്യാഹിതത്തിൽ ദുഃഖാചരണം നടത്തി. ഇത്രയുമാണ് കഥ. ഇതൊരു ചതിക്കഥയാണ് അല്ലേ? ദുര്യോധനൻ പാണ്ഡവരെ ചതിക്കുകയാണ്. പക്ഷെ പാണ്ഡവരോ വേറെ കുറച്ച് സാധു മനുഷ്യരെ ചതിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ചതിയുടെ കഥയാണ്, രക്ഷപ്പെടലിൻ്റെ കഥയാണ്. ഈ ജീവിതത്തിൽ രക്ഷപ്പെടലും ഒരു വലിയ ഭാഗമാണ്. ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുക, അത് ജീവിതത്തിൽ പല പല സന്ദർഭങ്ങളിൽ അല്ലേ, പല ഘട്ടങ്ങളിൽ നമ്മൾ നടത്തുന്ന ഒരു അഭ്യാസമാണല്ലേ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞത്. ഒരു ചതിയിലോ കുഴിയിലോ ആപത്തിലോ ഒക്കെ ചെന്ന് പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെപ്പോഴും മാനസികമായി പരുവപ്പെട്ടിരിക്കണം. ജീവിതത്തിൽ എന്താ വരുന്നതെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല, എന്തും വരാം. ഇവിടെ പാണ്ഡവർ അത്തരത്തിലാണ്. എന്തായാലും ഒരു ചതിപ്രയോഗമാണ് പാണ്ഡവർ നടത്തുന്നത്. നിരപരാധികളായ കുറച്ച് പേർ അവർക്ക് വേണ്ടി മരണപ്പെടുകയാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് സുകുമാരക്കുറുപ്പനെയാണ് ഓർമ്മ വന്നത്. പണ്ട് ഇത് കണക്ക് ഇൻഷുറൻസ് തട്ടിക്കാനായിട്ട് അല്ലേ, സുകുമാരക്കുറുപ്പും ഏകദേശം ഇതുപോലൊരു തട്ടിപ്പാണ്. താനാണെന്ന് മരിച്ചതെന്ന് വരുത്താൻ വേണ്ടി വേറൊരാളെ കൊല്ലുകയാണ്. തൻ്റെ രൂപസാദൃശ്യമുള്ള അല്ലെങ്കിൽ ഹൈറ്റോ വെയിറ്റോ ഒക്കെ ഉള്ള ഒരാളെ കണ്ടെത്തി കൊല്ലുകയാണ്. കൂട്ടാളികളുമുണ്ട് സഹായത്തിന്. അങ്ങനൊരു ചിന്തയും കൂടി ഇത് വായിച്ചപ്പോൾ മനസ്സിലൂടെ കടന്നു. രാജ്യതന്ത്രത്തിൽ ഇത്തരം സൂത്രങ്ങളും ചതിപ്രയോഗങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. മഹാഭാരതത്തിൽ ഒട്ടനവധി ഇത്തരം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കഥ ഓർമ്മ വന്നത്. ഇത് പഞ്ചതന്ത്രം കഥയാണ്. പലരും കേട്ട് കാണുമായിരിക്കും. എന്നാലും ഒരിക്കൽ കൂടി ഈ അവസരത്തിലൊന്ന് പറഞ്ഞേക്കാം. സൗഹൃദങ്ങളിൽ പതിയിരിക്കുന്ന ചതികളുണ്ട് അല്ലേ, അതാണ് പലപ്പോഴും നമ്മളെ ഏറെ വേദനിപ്പിക്കുക. സഹോദരങ്ങളുടെ ചതി അല്ലേ, സൗഹൃദങ്ങളുടെ ചതി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഈ അവസരത്തിൽ. ഇതൊരു ചെറിയ കഥയാണ്. പഞ്ചതന്ത്രം കഥകളിലുമുണ്ട് ഇത്തരം ചതിക്കഥകൾ. അപ്പോൾ അതിൽ നിന്നെടുത്ത ഒരു കഥ. ഒരു കഴുതയും കുറുക്കനും കൂട്ടുകാരായിരുന്നു. കഴുത പുല്ലും ചെടികളും സസ്യങ്ങളും ഒക്കെയാണ് ഭക്ഷിച്ചത്. കുറുക്കനോ ചെറു ജീവികളെ വേട്ടയാടിയാണ് കുറുക്കൻ ജീവിച്ചത്. വലിയ സൗഹൃദമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ഒരു ദിവസം കാട്ടിലൂടെ നടന്നു വരുമ്പോൾ ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പെട്ടു. കഴുത ആകെ ഭയന്നുപോയി, നിശ്ചലമായി. പക്ഷേ കുറുക്കൻ മനസാന്നിധ്യം കൈവിടാതെ ശാന്തനായി നിന്നു. കുറുക്കൻ ഭയന്നു നിൽക്കുന്ന കഴുതയോട് പറഞ്ഞു, നീ ഇവിടെ നില്ല്, ഞാൻ പോയി സിംഹത്തോട് സംസാരിച്ചുകൊണ്ട് വരാം. എന്നിട്ട് സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വളരെ പതുക്കെ സിംഹത്തോട് പറഞ്ഞു, അതായത് കഴുത കേൾക്കല്ലോ, അതിനു വേണ്ടിയിട്ടാണ്, ബഹുമാനപ്പെട്ട തിരുമനസ്സേ, ഈ കാട്ടിൻ്റെ നാഥ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ സിംഹം ഗൗരവം കൈവിടാതെ ചോദിച്ചു, ആ എന്താണ് കാര്യം, കേൾക്കട്ടെ ആദ്യം. ഞാൻ അങ്ങേ ഈ കഴുതയെ പിടിക്കാൻ സഹായിക്കാം, പക്ഷെ ഒരു വ്യവസ്ഥയിൽ മാത്രം. എന്താണ് ആ വ്യവസ്ഥ? സിംഹം ചോദിച്ചു. എന്നെ ഉപദ്രവിക്കാതെ വിടണം. സിംഹം ആ കരാർ സമ്മതിച്ചു. കുറുക്കൻ തിരികെ നടന്ന് കഴുതയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ സംസാരിച്ച് ഒരു വിധം സമ്മതിപ്പിച്ചു. നമ്മൾ രക്ഷപ്പെട്ടു. സിംഹം ഇനി നമ്മളെ ഉപദ്രവിക്കില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, സിംഹരാജൻ പോകുന്നത് വരെ നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. എപ്പോഴാ മനസ്സ് മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. കഴുത സമ്മതിച്ചു. കുറുക്കൻ കഴുതയെ
ഒരു അഗാധമായ ഗർത്തത്തിന് അടുത്തേക്ക് ആനയിച്ചു. എന്നിട്ട് ഞൊടിയിടയിൽ കഴുതയെ അതിലേക്ക് തള്ളിയിട്ടു. സിംഹം ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറുക്കൻ ഇത് കഴിഞ്ഞ് സിംഹത്തിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടിച്ചെന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഞൊടിയിടയിൽ സിംഹം കുറുക്കൻ്റെ മേൽ ചാടി വീണ് ആക്രമിച്ച് കുറുക്കനെ ശാപ്പിട്ടു. സിംഹം ചിന്തിച്ചത് ഇതാണ്: എന്തായാലും കഴുത കുഴിയിൽ വീണ്, ഇനി ആ കുഴിയിൽ നിന്ന് കഴുത രക്ഷപ്പെടില്ല, അവൻ്റെ കാര്യം ഉറപ്പായി. അപ്പോൾ പിന്നെ ഇവനെന്ത് ചെയ്യും? ഇവനെ ഇപ്പം തന്നെ അങ്ങ് ശാപ്പിടാം, അതല്ലേ ബുദ്ധി എന്ന് ചിന്തിച്ച സിംഹം ഞൊടിയിടയിൽ അങ്ങനെ കുറുക്കനെ, തൻ്റെ മുന്നിൽ വന്ന് പെട്ട കുറുക്കനെ കൊന്ന് ശാപ്പിട്ടു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ട പാഠം? സ്വന്തം സുഹൃത്തുക്കളെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ചതിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു നേട്ടമായിരിക്കാം അതിനുവേണ്ടി ചതിക്കുന്നത്, തീർച്ചയായിട്ടും അത്ര നല്ലതല്ല. അത് നമ്മുടെ തന്നെ വീഴ്ചയ്ക്ക് കാരണമാകും, അല്ലേ? അങ്ങനെ ഒരു പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക്. അപ്പോൾ ബന്ധങ്ങളിലും സത്യസന്ധതയും ധാർമ്മികതയും ഒക്കെ വേണം. അതില്ലെങ്കിൽ ആ ബന്ധങ്ങൾ വളരെ കാലം നിലനിൽക്കില്ല. അതാണ് എൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്, ഒരു പാഠം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കഥാസാരം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കഥയും കുറച്ച് വർത്തമാനവും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. തൽക്കാലം വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.